ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം, നമ്മളുള്ള സ്നേഹം വളരെ ഡീപ്പായിട്ടുള്ളതാണ്. ഡീപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിനും തന്നെ ദൈവത്തിന് നമ്മൾക്കും ഇടയ്ക്ക് ഒരു സ്ഥാനം ദൈവം കൊടുത്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അനുവദിക്കത്തില്ല നമ്മൾക്കും ദൈവത്തിനും ഇടയ്ക്ക് എന്തിനെങ്കിലും വരാനായിട്ട്. അത് തന്നെ ആയിരിക്കണം നമ്മുടെ മനസ്സിൽ ദൈവത്തോടുള്ള സ്നേഹമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് അത് യേശുക്രിസ്തു തന്നെ ആയിരിക്കണമെന്ന് ദൈവം വളരെയധികം ആഗ്രഹിക്കുന്നു, അല്ലേ? അത് നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പാളിച്ചകൾ പറ്റിപ്പോയിട്ടുണ്ട്. മിക്കവാറും തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനത്തിന് വളരെയധികം എന്താ പറയണേ, ഒത്തിരി പുറകോട്ടുള്ള സ്ഥാനങ്ങൾ നമ്മൾ കൊടുത്തിരിക്കുന്നു. പലപ്പോഴും നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതിനെല്ലാം കഴിഞ്ഞിട്ട് എവിടെയോ ഒരു സ്ഥാനം നമ്മൾ മിക്കവാറും തന്നെ ദൈവത്തിന്, യേശുക്രിസ്തുവിന് കൊടുക്കുന്നു. പക്ഷെ അത് എത്രമാത്രം ദൈവത്തെ വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല, അല്ലെ? മനസ്സിലാക്കാതെ പോകുന്നു. പക്ഷേ ദൈവം തൻ്റെ വചനം വഴി പറയുക, അല്ലെ? ജെറുസലേമിനോട് യേശുക്രിസ്തു പറഞ്ഞു, ജെറുസലേമേ ജെറുസലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ കീഴിൽ ഗ്യാദർ ചെയ്യുന്നു, നിന്നെ ഞാൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടി എത്രമാത്രം അധികം ആഗ്രഹിച്ചു. അത് തന്നെ ഞാൻ നമ്മളോടും പറഞ്ഞിരിക്കുന്നു, അല്ലെ? എൻ്റെ ചിറകിൻ കീഴിൽ നിന്നെ നിർത്താൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു. നീ എൻ്റെ ഹൃദയത്തിലായിരുന്നെങ്കിൽ എത്രമാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കുക. നമ്മൾ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന, യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം എവിടെയാണെന്ന് നമ്മളൊന്ന് വിചാരിക്കുക. ഒന്ന് പരിശോധിച്ച് നോക്കുക ഇടയ്ക്കിടയ്ക്ക്, അല്ലെ? അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കിലോമീറ്ററുകൾക്ക് അകലെയാണ് നമ്മളൊക്കെ നിൽക്കുന്നതെന്ന്. ബൈബിളൊക്കെ വായിക്കുന്നുണ്ടായിരിക്കാം, നമ്മൾ എന്താ പറയുക, ചർച്ചിലൊക്കെ പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ മിക്കവാറും തന്നെ യേശുക്രിസ്തുവിന് സ്ഥാനം കൊടുക്കാൻ നമ്മൾ ഒരുപാട് പുറകോട്ട് പോയിരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കും. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ ഹൃദയത്തിനായിട്ട് നന്ദി പറയുന്നു. പിതാവേ, ഞങ്ങൾ പാപികളായിരുന്നപ്പോൾ ഞങ്ങളെ തേടിയെത്തി, ആർക്കും വേണ്ടാതിരുന്ന വ്യക്തികളായിരുന്നു ഞങ്ങൾ. പക്ഷെ ഞങ്ങളെ തേടിയെത്തിയ സ്നേഹം അങ്ങയുടെ സ്നേഹം. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മജസ്റ്റിക് വൺ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളോട് ക്ഷമിക്കണം അപേക്ഷ ഇന്ന് ഞങ്ങളോട് സംസാരിക്കണം. എന്നും സംസാരിക്കുന്ന പോലെ തന്നെ ഇന്നും ഞങ്ങളോട് സംസാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് 81-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകാം. 81-ാമത്തെ സങ്കീർത്തനം ആസാഫ് എഴുതിയ സങ്കീർത്തനമാണിത്. ആസാഫ് വഴി ശരിക്കും ദൈവം തന്റെ ഹൃദയം തുറക്കുകയാണ്, അല്ലെ? നമ്മളോട് ദൈവം തന്റെ ഹൃദയം തുറന്നു കാണിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ മക്കളെ പറ്റി എഴുതിയിരിക്കുകയാണ്. പക്ഷേ അത് ഇസ്രായേൽ മക്കളെ പറ്റി തന്നെ എഴുതി വയ്ക്കുന്ന കാര്യമില്ല, നമ്മളെയും കൂടെ ഉള്ളതാണ്, അല്ലേ? സമയങ്ങളും കാലങ്ങളൊക്കെ പോയിട്ടുണ്ടാവും, നൂറ്റാണ്ടുകളൊക്കെ, വർഷങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ മനുഷ്യന്റെ സ്വഭാവം മാറുന്നില്ല. അതാണ് വാസ്തവം, അല്ലെ? അപ്പോൾ അന്ന് അവര് ഇസ്രായേൽ മക്കൾ എന്ന് പറയുമ്പോൾ, ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആദിജാതൻ ദൈവം പറഞ്ഞിരുന്നത്. അപ്പൊ എങ്ങനെയാണ് ദൈവത്തെ റിജക്ട് ചെയ്തുകൊണ്ടിരുന്നത്, അതുപോലൊക്കെ തന്നെ ഇപ്പോഴും ക്രിസ്ത്യാനികളൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചിലരെങ്കിലും ഒക്കെ ദൈവത്തെ റിജക്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇന്ന് നമുക്കൊന്ന് വായിക്കാം. ഇപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ബലവാനായ ദൈവത്തിന് ഘോഷിപ്പിൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവിൻ, തപ്പും ഇമ്പവുമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവിൻ. അപ്പൊ ഒന്നും രണ്ടും വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുക. എന്താന്ന് വെച്ചാൽ ആസാഫ് ചീഫ് മ്യൂസിഷ്യൻ എഴുതുന്ന ഒരു സാമാണ്, സങ്കീർത്തനമാണ്. അപ്പൊ പറയുക, ഒന്നും രണ്ടും വാക്കിൽ പറഞ്ഞിരിക്കുക, ബലവാനായി നമ്മുടെ ദൈവത്തെ ഘോഷിക്കുക എന്ന് വെച്ചാൽ ദൈവത്തെ പ്രേസ് ചെയ്യുക, വർഷിപ്പ് ചെയ്യുക, അല്ലെ? വർഷിപ്പ് ചെയ്യുന്ന വ്യക്തികളായിരിക്കട്ടെ നമ്മൾ, അല്ലെ? നമ്മള് ദൈവത്തെ ഒരു ATM മിഷൻ പോലെ വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാകാതിരിക്കട്ടെ. നമ്മൾ ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നവരായിരിക്കട്ടെ. ആത്മാവിലും സത്യത്തിലും വർഷിപ്പ് ചെയ്യുന്ന വ്യക്തികളായിരിക്കട്ടെ. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വർഷിപ്പ് ചെയ്യുന്ന വ്യക്തികളായിരിക്കട്ടെ. നമ്മുടെ ഹൃദയം മൊത്തം ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ, അല്ലെ? നന്ദി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ നമ്മൾ എന്നാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ വാക്കുകൊട്ട്, അമാവാസിയിലും നമ്മുടെ ഉത്സവദിനമായ പൗർണമാസിയിലും കാഹളം ഊതുവിൻ. ഇത് ഇസ്രായേലിന് ഒരു ചട്ടവും യാക്കോബിൻ ദൈവത്തിന്റെ പ്രമാണവുമാകുന്നു. മിസ്രയീം ദേശത്തിന്റെ നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് യോസേഫിന് ഒരു സാക്ഷ്യമായി നിയമിച്ചു. അവിടെ ഞാൻ അറിയാത്തൊരു ഭാഷ കേട്ടു. അപ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന, ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്ത് നിന്ന്, ഈജിപ്തിൽ നിന്ന് ദൈവം വിടുവിച്ചപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന പല കൽപ്പനകളിൽ ഒരു കൽപ്പനയാണ്, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിനത്തിലും
പൗർണിമാസിയിലും കാഹളം ഊതും എന്നുള്ളത്. അപ്പൊ നമുക്ക് ദൈവം തന്നിരിക്കുന്ന നമ്മൾക്ക് തന്നിരിക്കുന്ന കൽപ്പനകൾ നമുക്കത് പാലിക്കാം എന്ന് ആസാഫ് ഇങ്ങനെ എഴുതുവാണ് അല്ലെ. ഇനി ആറാമത്തെ വാക്കോട്ട് താഴ്ക്കുവാൻ ദൈവം തന്റെ ഹൃദയം തുറക്കുക ഇവിടെ ആസാഫ് വഴി. ഞാൻ അവന്റെ തോൾ നിന്ന് ചുമട് നീക്കി അവന്റെ കൈകൾ കൊട്ട വിട്ട് ഒഴിഞ്ഞു. കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമരുളി. മെരീബ വെള്ളത്തിൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. എന്റെ ജനമേ കേൾക്ക, ഞാൻ നിന്നോട് സാക്ഷ്യം പറഞ്ഞു. അപ്പൊ ദൈവം 6-7 വാക്കുകള് ഇങ്ങനെ പറഞ്ഞിരിക്കുക. ദൈവം എന്താണ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്? എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം. ഈജിപ്തിൽ നിന്ന് അവരെ വിടുവിച്ച കാര്യം മാത്രം ദൈവം പറയുന്നു ഇവിടെ അല്ലെ. ഞാൻ എൻ്റെ മക്കളെ വിടുവിച്ചു, ഞാൻ എൻ്റെ ജനതയെ വിടുവിച്ചു. അവരുടെ തോളിലുണ്ടായിരുന്ന എന്താ പറയാ ആ ബോണ്ടേജ് അല്ലെ, ബാഗേജ്, എന്താ പറയാ അവരുടെ ആ ചുമട് നീക്കിക്കളഞ്ഞു. അവരെ ഞാൻ വിടുവിച്ചു. കഷ്ടകാലത്ത് അവരെന്നെ കരഞ്ഞു വിളിച്ച് എന്നോട് വിളിച്ചപേക്ഷിച്ചപ്പോൾ ഞാൻ അവരെ കേട്ടു അല്ലെ. എന്താ പറയുക, മെരീബ വെള്ളത്തിങ്കിൽ ഞാൻ അവരെ പരീക്ഷിച്ചു, പക്ഷെ എന്നാലും അല്ലെ രാവും പകലും ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ദൈവം പറയുക. 8ാമത്തെ വാക്ക് പറയും, എന്റെ ജനമേ കേൾക്ക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലേ, നീ എന്റെ വാക്കു കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. എന്റെ ജനമേ എന്ന് ദൈവം പറയുന്നു. തന്റേതായതിനെ ദൈവം വിളിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. തന്റേതായതിനോട് പറയും, നീ എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ അല്ലെ. എന്റെ ജനമേ കേൾക്ക്, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേൽ, നീ എന്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവം പറയുക, എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്റെ ജനമേ എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനത്തിന് വലിയ താല്പര്യമൊന്നുമില്ല ദൈവത്തിന്റെ വാക്ക് കേൾക്കാൻ. ജനം ദൈവത്തിന്റെ വാക്കൊന്നും കേട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. അവര് വിചാരിച്ചിട്ടുണ്ടാവും ദൈവത്തിന്റെ ഡ്യൂട്ടിയാ ഞങ്ങളെ ഇപ്പൊ വിടുവിക്കുക എന്നുള്ളത് അല്ലെ. ദൈവത്തിന്റെ കടമപ്പെട്ട ദൈവ കടമ തീർക്കുന്നു, ഇത് വലിയ കാര്യം എന്നായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡ് തൊട്ട് അല്ലെ ഇസ്രായേൽ മക്കളങ്ങ് ജീവിച്ചു പോവുക. 9ാമത്തെ വാക്ക്, അന്യദൈവം നിനക്കുണ്ടാകരുത്, യാതൊരു അന്യദൈവത്തെ നീ നമസ്കരിക്കരുത്. മിസ്രയീം ദേശത്ത് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കുക, ഞാൻ അതിനെ നിറയ്ക്കും. എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ച് ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അപ്പൊ തന്റെ ജനമായിട്ടുള്ള ഇസ്രായേലിനോട് യഹോവ പറയുക, ഞാനാണ് നിന്നെ വിടുവിച്ചത്, ഞാനാണ് നിന്നെ വീണ്ടെടുത്തത്. ഈ അന്യദൈവങ്ങൾ എന്ന് പറഞ്ഞ സോക്കോൾഡ് ദൈവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നിന്നെ വിടുവിക്കാൻ. നീ കഷ്ടപ്പെട്ടപ്പോൾ, നീ കരഞ്ഞപേക്ഷിച്ചപ്പോൾ നിന്റെ പുറകെ വരാനും നിന്നെ വിടുവിക്കാനും ഈ 40 വർഷക്കാലം ഈ മരുഭൂമിയിൽ കൂടെ നിന്റെ കൂടെ നടക്കാനും ഉള്ളത് ഞാൻ മാത്രമാണ്. അതുകൊണ്ട് അല്ല, നിന്റെ ഹൃദയത്തിലോ നിന്റെ ജീവിതത്തിലോ വേറെ വിഗ്രഹങ്ങൾ ഒന്നും കാണരുത്. ദൈവം അവരോട് പറയും, നീ എന്റെ വാക്ക് കേൾക്കുക, എന്റെ ജനമേ ഞാൻ പറയുന്നത് എന്താണെന്ന് കേൾക്കുക. 11ാമത്തെ വാക്കോട്ട് പറയുക, എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ട അനുസരിച്ചില്ല. ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയൊന്നുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഇതേപോലെ ഇസ്രായേൽ മക്കൾ താല്പര്യപ്പെട്ടില്ല ഞാൻ പറയുന്നത് എന്താന്ന് കേൾക്കാൻ. എന്നെ അവരുടെ കൂട്ടത്തിൽ വേണമെന്ന് അവർ ആഗ്രഹിച്ചുമില്ല അല്ലെ. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു. കാരണം നമുക്ക് എസെക്കിയേലിലേക്ക് 14 വരുമ്പോൾ അവരുടെ ഹൃദയത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്നു എന്ന് പറഞ്ഞേക്കുക. അതുപോലെ തന്നെ വിഗ്രഹങ്ങളെ കൊണ്ടു നടന്ന വ്യക്തികളാണ്. മരുഭൂമിയിൽ അവരുടെ കയ്യിൽ വിഗ്രഹം ഉണ്ടായിരുന്നു. ഈജിപ്തിൽ നിന്ന് അവർ പുറത്തിറങ്ങി വന്നപ്പോഴും അവരുടെ കയ്യിൽ വിഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വിഗ്രഹം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയായിരുന്നു അവർക്ക് സ്വർണം കൊണ്ട് കാളയെ പണിയാൻ അതിന് ചുറ്റും കണ്ട് ഓടി നടക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചതല്ലേ. കാര്യം അവര് ഹൃദയം മൊത്തം വിഗ്രഹം ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്നു. ദൈവത്തിന് യാതൊരു ഒരു വാല്യവും കൊടുക്കാതിരുന്ന വ്യക്തികളായിരുന്നു. എന്നാലും ദൈവത്തിന്റെ സകല വിധത്തിലുള്ള നന്മ അനുഭവിച്ചു കൊണ്ടിരുന്ന വ്യക്തികളും ആയിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ ദൈവം പറയാം 12ാമത്തെ വാക്ക് വളരെ സ്കേറി ആയിട്ടുള്ള, വളരെ എന്താ പറയാ ഭയമുണ്ടാക്കുന്ന ഒരു വാക്കായത്. അതുകൊണ്ട് അവർ സ്വന്തം ആലോചനപ്രകാരം നടക്കേണ്ട ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു അല്ല. ദൈവം ഇവരുടെ ഇഷ്ടത്തിന് പ്രകാരം നടന്നോട്ടെ അവര് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഹൃദയത്തിന്റെ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. റോമക്കെഴുതിയ ലേഖനത്തിൽ 1ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം 18 തൊട്ട് താഴേക്കുള്ള വാക്കുകളൊന്ന് വായിക്കുമ്പോൾ ഈ ലോകത്തുള്ള മനുഷ്യർ, ദൈവത്തിന്റെ മക്കളെ പറ്റിയില്ല, പക്ഷെ ലോകത്തുള്ള മനുഷ്യര് അവരുടെ ഹൃദയത്തിന്റെ കാഠിന്യം കൊണ്ട് ദൈവത്തെ പറ്റിയുള്ള എല്ലാം അവർക്ക് അറിയാം. പക്ഷെ ദൈവം തന്റെ സൃഷ്ടി വഴി, തന്റെ പ്രവൃത്തി വഴി എല്ലാം ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നു ദൈവത്തെ പറ്റി. പക്ഷെ എന്നിട്ടും അവര് ദൈവത്തെ മനസ്സിലാക്കാൻ താല്പര്യം കാണിക്കാതിരുന്നപ്പോൾ അല്ലെ, ദൈവത്തിനോട് നന്ദി പറയാനോ നന്ദിയുള്ള ഹൃദയമുള്ളവരെ ദൈവത്തെ അക്നോളജ് ചെയ്യാൻ താല്പര്യമില്ലാത്ത വ്യക്തികളായിരുന്നപ്പോ അവര്
ഇഷ്ടത്തിന് പൊക്കോട്ടെ എന്ന് ദൈവം കണക്കുകൂട്ടി അല്ലെ എന്ന് പറഞ്ഞുപോലെ ഇവിടെ ദൈവത്തിനോട് നന്ദി പറയാനോ ദൈവത്തിന്റെ വഴി കൂടെ നടക്കാനോ ഇവർക്ക് താല്പര്യമില്ലാത്തപ്പോൾ ദൈവം അവരുടെ സ്വന്തം ഇഷ്ടത്തിന് പൊക്കോട്ടെ എന്നുള്ള ഒരു ഒരു തീരുമാനം ദൈവം എടുത്തു. വളരെയധികം ഭയാനകമായിട്ടൊരു അവസ്ഥയത്. നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിന് പ്രകാരം പോന്ന് പറഞ്ഞു വെച്ചാല് നമ്മളുടെ ജഡത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് പോവെന്ന് പറയുന്നത്. നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പിശാചിന്റെ അടിമകളായി തീരുകയും ചെയ്യുന്നു. എഫേസ്യർ ലേഖനത്തിന്റെ 2-ാമത്തെ ചാപ്റ്ററിൽ അങ്ങനെ ഒന്നും രണ്ടൊക്കെ വാക്കുകൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാലത്ത് പിശാചിന്റെ താളത്തിനൊത്ത് തുള്ളി നടന്നിരുന്ന വ്യക്തിയായിരുന്നു, മരിച്ചു പോയിരുന്ന വ്യക്തിയായിരുന്നു അല്ലെ, നമ്മുടെ അകൃത്യത്താൽ മരിച്ച വ്യക്തികളായിരുന്നു. അതേ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുക തന്നെ ചെയ്യും അല്ലെ. അതിനെപ്പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരുടെ ജഡത്തിന്റെ മോഹത്തിനനുസരിച്ച് അവർ ജീവിച്ചോട്ടെ എന്ന് ദൈവം അങ്ങോട്ട് വിചാരിച്ചു. അപ്പൊ അത് അവരോട് ഒരു ക്രൂരത കാണിച്ചല്ല, പക്ഷെ അവരിങ്ങനെയായിരുന്നു. അപ്പൊ അതിന് താഴെ ദൈവം പറയുക 13-ാമത്തെ വാക്കുമായിട്ട് ദൈവത്തിന്റെ ഹൃദയം കാണിക്കുക ഇവിടെ. അവരെ ഇങ്ങനെ തങ്ങളുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന് ഒട്ടും ഇഷ്ടപ്രകാരമുള്ള കാര്യമെല്ലാം ദൈവം പറയുക ഇവിടെ. അയ്യോ എന്റെ ജനം എന്റെ വാക്കു കേൾക്കും, ഇസ്രായേൽ എന്റെ വഴിയിൽ നടക്കുകയും ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലെ. ഇവരെ ഏൽപ്പിച്ചു കൊടുത്തു അവരുടെ ജഡത്തിന്. പക്ഷെ ദൈവം കരയുവാണ് മനസ്സിൽ, കരഞ്ഞു പറയൂ, അയ്യോ എന്റെ ജനം എനിക്ക് എന്റെ വാക്ക് കേട്ടോണ്ട് നടന്നിരുന്നെങ്കിൽ അല്ലെ പറയുക. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വരികളുടെ നേരെ എന്റെ കൈ തിരിക്കുമായിരുന്നു. യഹോവയെ പകയ്ക്കുന്നവൻ അവന് കീഴടങ്ങുമായിരുന്നു, എന്നാൽ അവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. അവർ മേത്രമായ ഗോതമ്പ് കൊണ്ട് അവനെ പോഷിപ്പിക്കുമായിരുന്നു, ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ അവർക്ക് ദൈവം ചെയ്തു കൊടുക്കാൻ പോകുന്ന നന്മയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവർക്ക് മേത്രമായിട്ടുള്ള ഗോതമ്പ് കൊണ്ട് ഞാൻ അനുഗ്രഹിക്കുമായിരുന്നു, അനുഗ്രഹത്തിന് പുറമെ അനുഗ്രഹം കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. 15-ാമത്തെ വാക്ക് ശരിക്കും പറഞ്ഞാല് ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോ ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. 15-ാമത്തെ വാക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവയെ പകയ്ക്കുന്നവൻ അവനെ കീഴടങ്ങുമായിരുന്നു, എന്നാൽ അവരുടെ ശുഭകാലം എന്നേക്കും നിലനിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ ഞാനിപ്പോ വായിക്കുന്നത് NKJV ന്യൂ കിങ് ജെയിംസ് വേർഷൻ എന്ന് വായിക്കുന്നത്. അതിങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, മിക്കവാറും എല്ലാ വേർഷനിലും അങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. ദ ഹേറ്റേഴ്സ് ഓഫ് ദ ലോ വുഡ് പ്രിറ്റൻഡ് സബ്മിഷൻ ടു ഹിം, ബട്ട് ദ ഫെയ്റ്റ് വുഡ് എൻഡ്യൂർ ഫോർ എവർ. ദൈവത്തെ ഹേറ്റ് ചെയ്യുന്നവര് അവനെ എന്താ പറയാ അവനിലേക്ക് തങ്ങളെ തന്നെ സബ്മിറ്റ് ചെയ്യുന്നത് പോലെ പ്രിറ്റൻഡ് ചെയ്യും. പക്ഷെ അവരുടെ ഫെയ്റ്റ് എന്നേക്കുമായിട്ട് എന്താ പറയാ ഫെയ്റ്റ് വുഡ് എൻഡ്യൂർ ഫോർ എവർ. അവരുടെ വിധി എന്നേക്കും അത് നിലനിൽക്കുന്നതായിരിക്കും. വെച്ചാൽ അവർ നാശത്തിലേക്ക് പോകുന്നു. ഇവിടെ ദൈവം പറയുന്നത് യഹോവയെ ഹെയ്റ്റ് ചെയ്യുന്ന പകയ്ക്കുന്ന വ്യക്തികള് യഹോവയുടെ കയ്യിലേക്ക് തങ്ങളെ തന്നെ സബ്മിറ്റ് ചെയ്യുന്നത് പോലെ അവർ പ്രിറ്റൻഡ് ചെയ്യുന്നു, അവർ നാട്യം കാണിക്കുന്നു. പക്ഷെ അവർ ഒരിക്കൽ പോലും ദൈവത്തിന്റെ കയ്യിലേക്ക് തങ്ങളെ തന്നെ സബ്മിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതോടുകൂടി തന്നെ അവരുടെ ജീവിതത്തിന്റെ അവസാനത്തേക്ക് അവര് ആ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്റെ ജനത്തിന് എന്നെ ആവശ്യമില്ല അല്ലെ. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ കണ്ണീര അത്, ഹൃദയത്തിന്റെ ഒരു കരച്ചില അത് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്റെ ജനം എന്ന് പറഞ്ഞിരിക്കുന്നത്, എന്റെ ജനം നിങ്ങൾ എന്നെ കേട്ടിരുന്നെങ്കിൽ. യേശുക്രിസ്തു ഇങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്ന, യെരൂശലേമേ യെരൂശലേമേ അല്ലെ, താൻ അയച്ചിരിക്കുന്ന സകല പ്രോഫറ്റുമാരെ കൊന്ന സിറ്റിയാണ് യെരൂശലേം. യെരൂശലേമിനെ നോക്കിക്കൊണ്ട് യേശുക്രിസ്തു പറയുക, കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചിറകിൻ കീഴിൽ കൂട്ടുന്ന പോലെ നിങ്ങളെ യാത്ര ചെയ്യാൻ എത്രമാത്രം ഞാൻ ഡിസയർ ചെയ്തു, എത്രമാത്രം ഞാൻ ആഗ്രഹിച്ചു അല്ലെ. അപ്പൊ എന്ന് വെച്ചാൽ ദൈവത്തിന് ഇവര് മനുഷ്യര് ദൈവത്തിൽ നിന്ന് തന്നെ ആൾക്കാർ എത്രമാത്രം മോശപ്പെട്ട രീതിയിലാണെന്ന് പറഞ്ഞാലും തന്റെ ചിറയൻ കീഴിൽ ഇവര് വന്നു ചേരണമെന്ന് റിപ്പന്റ് ചെയ്തുകൊണ്ട് അല്ലെ, മാനസാന്തരപ്പെട്ടുകൊണ്ട് വന്നു ചേരണമെന്നും ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തിന്റെ കരച്ചില ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ 10-ാമത്തെ വാക്ക് ഇസ്രായേൽ ദേശത്ത് നിന്നെ കൊണ്ടുവന്ന യഹോവയെ ഞാൻ നിന്റെ ദൈവമാവും, നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കും, ഞാൻ അതിനെ നിറയ്ക്കും എന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നിന്റെ ബോണ്ടേജിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നവൻ ഞാനാണ്, നീ നിന്റെ വായ് വിസ്താരമായിട്ട് തുറക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇനി നമ്മൾക്ക് ഇതെങ്ങനെയാണ് ബാധകമായിരിക്കുന്നത്? ഇസ്രായേൽ മക്കൾ മോശപ്പെട്ട രീതിയിൽ നടന്നുകൊണ്ട് നമ്മൾക്ക് എന്താ കാര്യമുള്ളത്
നമ്മൾ വിചാരിക്കും. അപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാലങ്ങളും സമയങ്ങളും കഴിഞ്ഞു പോയെന്നേ ഉള്ളൂ. അല്ലെ? ദൈവത്തിന്റെ മക്കളുടെ സ്വഭാവത്തിനൊന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടൊന്നുമില്ല. അന്ന് ആ ക്യാമ്പില് എന്താ പറയാ, ജോഷുവയും കേലബും ഒക്കെ മാത്രമേ, മോസസും ആറിനും കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. കയ്യിലെണ്ണാവുന്ന ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിന്റെ കൂടെ നടന്നവരും ദൈവത്തെ സ്നേഹിച്ചിരുന്നവരും, അല്ലെ? തങ്ങളുടെ ജീവനെ തന്നെ ദൈവത്തിന് കൊടുക്കാൻ താല്പര്യപ്പെട്ടിരുന്ന വ്യക്തികൾ വളരെ കുറച്ചുണ്ടായിരുന്നു. ഇന്ന് യേശുക്രിസ്തുവിന്റെ ക്യാമ്പില്, അതായത് ചർച്ചിലും അത്രയും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കാനും യേശുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ എത്രയുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ഹൃദയത്തിലേക്കൊക്കെ നമ്മളൊന്ന് നോക്കുമ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റും, അല്ലെ? നമ്മുടെ ജീവിതത്തില് എന്താ പറഞ്ഞേ, എസെക്കിയേല് ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ, എസെക്കിയേൽ 14 യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന പോലെ, ഹൃദയത്തിൽ വിഗ്രഹങ്ങളും വെച്ചുകൊണ്ട് നടക്കുന്ന പല വ്യക്തികൾ നമ്മുടെ കൂട്ടത്തില്. അപ്പൊ ഈ കരച്ചിൽ ദൈവം കരഞ്ഞിരിക്കുന്ന കരച്ചിൽ നമ്മുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാ ദൈവം കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെ? എന്റെ മക്കൾ എന്നെ ഒന്ന് അനുസരിച്ചിരുന്നു, എന്റെ ചർച്ച, എന്റെ രക്തം കൊണ്ട് ഞാൻ എടുത്തിരിക്കുന്ന ചർച്ച എന്നെ ഒന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ, എന്റെ പാതയിൽ കൂടെ അവർ നടന്നിരുന്നെങ്കിൽ, എന്റെ വചനം അവർ കേട്ടിരുന്നെങ്കിൽ, എന്റെ വചനത്തിൽ ഊന്നിയ ജീവിതമായിരുന്നെങ്കിൽ അവർ നയിക്കുന്നത് എങ്കിൽ, അല്ലെ? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, 15ാമത്തെ വാക്ക് പറഞ്ഞ പോലെ, പ്രിറ്റൻഡ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ദൈവത്തെ സംബന്ധിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നുണ്ട്. ദൈവം പറയുന്ന അതുപോലെ അനുസരിക്കുമ്പോഴാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം മനസ്സിലാക്കാൻ നമ്മള് ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം. അപ്പൊ നമ്മളിൽ എത്ര പേര് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാക്കും. നമുക്ക് എത്ര പേർക്ക് യേശുവുമായിട്ട് ഒരു ആത്മബന്ധമുണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക, അല്ലെ? നമ്മളുടെ പൊസിഷൻ എവിടെ, നമ്മുടെ സ്ഥാനം എവിടെ, നമ്മൾ എങ്ങനെയാണ് ദൈവമായിട്ടുള്ള നമ്മളുടെ ബന്ധമെന്ന് നമ്മളൊന്ന് നമ്മുടെ മനസ്സിനെ ഒന്ന് പരിശോധിക്കുക, അല്ലെ? അതോ നമ്മളുടെ ഇഷ്ടത്തിന് പ്രകാരമാണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മളുടെ ജീവിതത്തിന്റെ നാഥൻ, നായകൻ എന്ന് പറഞ്ഞ യേശുവാണോ? നമ്മൾക്കും യേശുവിനും ഇടയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, അല്ലെ? വേറെ എന്തിനെങ്കിലും നമ്മൾ സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? നമ്മൾ സ്നേഹിക്കുന്നവരാണോ യേശുവിനെ? നമ്മൾ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവരാണോ? അതോ നമ്മുടെ ജീവിതത്തിൽ വേറെ എന്തിനൊക്കെങ്കിലുമൊക്കെ സ്ഥാനം കൊടുത്തിട്ടുണ്ട്? ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ, അല്ല, നിങ്ങള് വേറെ ദൈവങ്ങളുടെ പുറകെ പോരെന്ന് പറഞ്ഞ പോലെ നമ്മൾ വേറെ എന്തിന്റെയൊക്കെ പുറകെ പോകുന്നവരാണോ? യേശുവിന് എന്താണ് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം എന്നുള്ള കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹൃദയത്തിലേക്കൊക്കെ നോക്കുകയും അതൊന്ന് പരിശോധിക്കുകയും ചെയ്യണം. പരിശോധിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പിതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ പുത്രനെ സ്നേഹിക്കുന്ന വ്യക്തികളെ മാത്രം മതി ദൈവത്തിന്, അല്ലെ? തന്റെ പുത്രന്റെ രക്തം കൊടുത്തിട്ടാണ് നമ്മൾ വീണ്ടെടുത്തിരുന്നത്. അത് നമുക്ക് ഇഷ്ടത്തിന് പ്രകാരം പോകുന്നതിന് വേണ്ടിയില്ല. ഇതിപ്പോ ഗ്രേസിന്റെ പീരീഡ്, അല്ലെ? ദൈവത്തിന്റെ മഹിമ, ദൈവത്തിന്റെ കൃപയുടെ ഒരു സമയമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചർച്ച നിലനിൽക്കുന്നിടത്തോളം കാലം കൃപയുടെ സമയമാണ്. അപ്പൊ കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് ഇഷ്ടത്തിന് പ്രകാരം ജീവിക്കാനുള്ള കാര്യമല്ല കൃപ. പലപ്പോഴും പലരുടെയും ജീവിതത്തില് പറ്റിപ്പോകുന്ന ഒരു പാളിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനൊരു വിചാരം, കൃപയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ളതാണ്, അല്ലെ? ഓ, യേശുക്രിസ്തു അങ്ങ് ക്ഷമിച്ചോളൂ എന്നേ, യേശു സ്നേഹമാണ്, യേശു അങ്ങ് ക്ഷമിച്ചോളൂല്ലോ. അങ്ങനെ ഒരു വിചാരമാണ് നമുക്ക് യേശുവിനെ പറ്റി. യേശു രാജാതി രാജാവാ. രണ്ടാമത്തെ സംഘത്തിലേക്ക് വരുമ്പോ അയൺ സെപ്റ്ററുമായിട്ട്, അയൺ റോഡുമായിട്ട് വരുന്ന ഒരു രാജാവിനെ നമ്മൾ കാണുന്നത്, അല്ലെ? ഇനി വരുന്നത് 2 ചവിട്ടത്ത് അടി കിട്ടാൻ വേണ്ടിയല്ല, പക്ഷെ ദൈവം എന്താ പറയുക, രാജാതി രാജാവായിട്ട് വരുന്നത്. അപ്പൊ കൃപയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തെ അനുഗമിക്കുന്നതിന് വേണ്ടി, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്, അല്ലെ? ദൈവത്തിന്റെ, പിതാവിന്റെ എന്താ പറയാ, ആ കോപത്തിന് ഇരകളായി തീരാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് യേശുക്രിസ്തു തന്നിരിക്കുന്ന ഒരു കവചം പോലെയാണ് ഈ ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മള് എന്താ പറയാ, ഗ്രേസ് കൊണ്ട് നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാ, അല്ലെ? അപ്പൊ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കുക. ദൈവം നമ്മളെ പറ്റി ഓർത്ത് കരയാനുള്ള ഇടം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഹൃദയത്തിൽ എന്താ പറയാ, വിഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളായിരിക്കണം, അവനായിരിക്കണം, അല്ലെ, പ്രാധാന്യം. ദൈവത്തെ ഹെയ്റ്റ് ചെയ്യുന്നവര്, അല്ലെ, ദൈവത്തെ വെറുക്കുന്നവര്, അവര് പ്രിറ്റൻഡ് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പൊ നമ്മള് എന്താ പറഞ്ഞ, പ്രിറ്റൻഡ് അഭിനയിക്കുന്ന വ്യക്തികളല്ലേ, ഞങ്ങള് ദൈവത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾ സബ്മിസീവ് ആണെന്നും, ഞങ്ങള് ദൈവത്തിന്റെ കയ്യിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ കൊടുത്തിരിക്കുന്നു ഒക്കെ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു നാടകം കളിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്ന
പോകുന്ന വ്യക്തികളാണ് ദൈവത്തെ ഹേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എപ്പോഴെങ്കിലും നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് പ്രകാരമല്ലാത്തൊരു ജീവിതമാണ് നമ്മൾ ജീവിക്കുക. നമ്മളും ഇങ്ങനെ ദൈവത്തെ ഹേറ്റ് ചെയ്യുന്ന, നമ്മൾ ദൈവത്തെ വെറുക്കുന്ന വ്യക്തികളാണ് ദൈവം പറയുന്നത്. അപ്പൊ എന്താ അങ്ങനെ പറയാനുള്ള കാര്യം വെച്ചാൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവം പറയുന്നത് കേൾക്കും അല്ലെ. സ്നേഹിക്കാതിരിക്കുന്ന വ്യക്തികൾ എന്താ, സ്നേഹിക്കാത്തവരെന്ന് പറഞ്ഞാൽ വെറുക്കുന്ന വ്യക്തികൾ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന് ഇങ്ങനെ പറഞ്ഞ ജോണിന്റെ 15 വരും, യോഹന്നാന്റെ എഴുതിയ സുവിശേഷത്തിന്റെ 15 വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്റെ പിതാവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് പിതാവ് പറയുന്ന അനുസരിച്ച് നടന്നുകൊണ്ട് അല്ലെ. അപ്പൊ പിതാവ് പറയുന്ന അനുസരിച്ച് നടക്കുമ്പോഴാണ് ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്നെങ്കിൽ നമ്മള് എന്താ പറയാ, പിതാവ് പറയുന്നത് കേൾക്കാതിരിക്കുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം ഇല്ല എന്ന ചുരുക്കം അല്ലെ. അപ്പൊ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമ്മൾക്കൊക്കെ അല്ലെ, കാലാകാലങ്ങളോളം നിത്യതയോളം നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ ലോകത്ത് ജീവിക്കത്തില്ലല്ലോ. അപ്പൊ കിട്ടിയ സമയം ദൈവത്തിനായിട്ട് ജീവിക്കാം, കിട്ടിയ സമയം നമുക്ക് നേരെ ചൊവ്വേ ജീവിക്കാം. നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ ജീവിതം ഒന്നേ ഉള്ളൂ. നഷ്ടപ്പെടുത്തി കളയുന്ന വ്യക്തികളായിരിക്കും നമ്മൾ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുന്നവരായിരിക്കുക, ഒന്നിനും തന്നെ ഒരു സ്ഥാനം കൊടുക്കാതിരിക്കുക. ദൈവത്തിനും നമ്മൾക്കും ഇടയിൽ ഒന്നും തന്നെ വരുന്നവരായിരിക്കരുത് അല്ല, ഒന്നും തന്നെ വരാനോട് ഇടവരുത്തരുത്. നമ്മുടെ ആത്മാവ് വളരെയധികം വിലയുള്ളതാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെ. നമുക്കറിയാം, 1 കൊരിന്ത്യർ എഴുതിയ ലേഖനത്തിലേക്ക് പോകുമ്പോൾ 5ാമത്തെ ചാപ്റ്ററിൽ ഒരു വ്യക്തിനെ പറ്റി പറഞ്ഞിട്ട്, അയാൾക്ക് സ്വന്തം അച്ഛന്റെ ഭാര്യയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇദ്ദേഹത്തിന്റെ ആത്മാവിന് അല്ലെ, എന്താ പറയുക, 5ാമത്തെ ചാപ്റ്റർ 1 കൊരിന്ത്യന്റെ 5ാമത്തെ ചാപ്റ്ററിന്റെ 5ാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആത്മാവ് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാളിൽ രക്ഷപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാല് ഇവിടെ ഈ വ്യക്തി ആളുടെ ജഡത്തിൽ അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ജഡത്തിൽ അയാൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന അച്ഛന്റെ അല്ലെ അപ്പന്റെ ഭാര്യയുമായിട്ട് ഉള്ള ബന്ധത്തിലൊക്കെ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ജഡം വളരെയധികം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്ന, ആത്മാവ് കർത്താവ് യേശുക്രിസ്തു നാളിൽ രക്ഷപ്പെട്ടു പോകണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം അല്ലെ. ഒരാളുടെ പോലും ആത്മാവ് നഷ്ടപ്പെട്ടു പോകണമെന്ന് ദൈവത്തിൽ അത്രയധികം തീഷ്ണമായിട്ടുള്ള സ്നേഹമാണ് യേശുക്രിസ്തു നമ്മളോട്. അല്ല, ആ തീഷ്ണതയിൽ ദൈവം ഇവിടെ പോൾ വഴി പറയുക, അയാളുടെ ജഡത്തെ നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടി പിശാചിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും വരെ ചെയ്യാൻ ദൈവം തയ്യാറാണ് നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അല്ലെ. നമ്മൾ ഓൾറെഡി വീണ്ടെടുത്ത് കഴിഞ്ഞാണ്. ആ വീണ്ടെടുത്ത് കഴിഞ്ഞ വ്യക്തികൾ ഇനി നാശത്തിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി എന്തറ്റം വരെ പോകാൻ യേശുക്രിസ്തു തയ്യാറാണ് ചുരുക്കം. കാരണം അത്രയധികമാണ് സ്നേഹം അല്ലെ. പാതാളം, ഹെല്ലെന്ന് പറഞ്ഞത് നമ്മൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന കാര്യമില്ല. അത് ദൈവത്തിന് നന്നായിട്ട് അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് നിത്യതയിൽ നമ്മള് എന്താ പറയുക, ദൈവമായിട്ട് സെപ്പറേറ്റഡ് ആയി പോകരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് അല്ലെ, ദൈവം ഇങ്ങനെ പറയുക, ഈ വ്യക്തിയെ പറ്റി പറയുക, അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള ജീവിതത്തെ അല്ലെ പിശാചിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അദ്ദേഹത്തിന്റെ ഫ്ലഷ്, അദ്ദേഹത്തിന്റെ ആ ജഡത്തിന്റെ സ്വഭാവം എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവിനെ വീണ്ടെടുക്കാൻ സാധിക്കും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ എന്ത് കാര്യം ചെയ്യാനും ദൈവം തയ്യാറാണ് ചുരുക്കം, നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. അപ്പൊ അതിനുവേണ്ടിയല്ലോ ഇസ്രായേലിനെ അസീറിയൻസിനെ കൊണ്ട് ദൈവം പിടിപ്പിക്കുന്നു അല്ലെ. എന്താ പറയാ, യുദ്ധത്തിൽ തോൽപ്പിക്കുകയും പിന്നെ എക്സൈലിലാക്കി വിടുകയൊക്കെ ചെയ്യുന്ന ബാബിലോണിനെ കൊണ്ട്, നെബൂഖദ്നേസറെ കൊണ്ട് ജൂഡനെ അല്ലെ അങ്ങനെ എന്താ പറയുന്നത് ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മള് ജഡ്ജസ്, ന്യായാധിപന്മാര് ബുക്ക് എടുത്ത് വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്രയോ പ്രാവശ്യം മിഡിയൻസിനെയും ഫിലിസ്റ്റീൻസിനെയും ഇവരെല്ലാം ദൈവം ഉപയോഗിക്കുക ഇസ്രായേലിനെ തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി. കാരണം അത്രയധികം തീഷ്ണമായിട്ടുള്ള സ്നേഹമാണ് ദൈവത്തിന്റെ മക്കളോട് അത്രയധികം തീഷ്ണമായിട്ടുള്ള സ്നേഹമാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞു, എന്ത് കാര്യം ദൈവം ഉപയോഗിക്കും നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്നത്. ചിലപ്പോൾ അത് ഒരുപാട് കഷ്ടപ്പാടുണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ, അസുഖങ്ങളായിട്ടും അങ്ങനെ എന്താന്ന് പറഞ്ഞത്. അപ്പൊ അതിനുള്ള ഇടയിൽ നമ്മൾ ഉണ്ടായി കൊടുക്കാതിരിക്കുക, നമ്മളെ ദൈവത്തിന്റെ വഴി കൂടെ നടക്കുക, സ്നേഹിക്കുക അല്ലെ. അപ്പൊ നമ്മളുടെ ജീവിതത്തിലാണ് നമ്മളുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ സ്നേഹിക്കണമെന്നും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ സ്നേഹിക്കണം നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്നത് പോലെ അല്ലെ, നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ദൈവം അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലെ ആഗ്രഹിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സോറി
ഹൃദയം കാണാതെ പോകരുത്. അതാ ദൈവം പറയുന്നത്. ആ സ്നേഹത്തെ ഒരിക്കപ്പോഴും തള്ളിക്കളയുന്ന വ്യക്തികളായിരിക്കരുത്. ഇസ്രായേൽ ദൈവത്തിന്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞു. നമ്മൾ അങ്ങനെ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കരുത്. അതാ ദൈവം പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ കൃപയ്ക്കായിട്ട്, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് കർത്താവ് നന്ദി പറയുന്നു. കർത്താവ് ഒരിക്കൽ പോലും ഒന്നും തന്നെ ഞങ്ങൾക്കും അങ്ങയ്ക്കിടയിൽ വരുവാനുള്ള ഒരു അവസ്ഥ ഞങ്ങളായിട്ട് ഉണ്ടാക്കാതിരിക്കട്ടെ കർത്താവ്. അപ്പൊ അതിനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ സ്നേഹത്തിനായിട്ട്, അങ്ങയുടെ ഒരിക്കൽ പോലും തീർന്നു പോകാത്ത സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു പിതാവ് യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇത് കേട്ടതിന് നന്ദി. ദൈവത്തെ മാത്രം ഉണ്ടാകട്ടെ.